അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് വരുന്നത് മെഷീൻ ട്രാൻസ്ലേഷൻ ആണ്. നമ്മളെല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണിത്. ഇപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് വായിക്കുന്ന ടൈമിൽ ട്രാൻസ്ലേറ്റും മലയാളം എന്നുണ്ടാവും. അപ്പോൾ ഇതും പിന്നെ അതേപോലെ വാട്സപ്പിൽ ഒരു ഹിന്ദി മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് ഇടുന്നതും മെഷീൻ ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ എക്സാമ്പിളായി പറയാച്ചാൽ ഒരു കൊച്ചുകുട്ടി ഭാഷ പഠിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. കാരണം ആ കുട്ടി ആദ്യം വാക്കുകൾ മാത്രമായിട്ടും പഠിക്കുന്നുണ്ടാവുക, അത് കഴിഞ്ഞിട്ടാണ് ഗ്രാമറും പിന്നെ സെൻറ്റൻസ് ആയിട്ടൊക്കെ പറയുക. അപ്പോൾ ഈ ഒരു വേയിലാണ് മെഷീൻ ട്രാൻസ്ലേഷനും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യ കാലത്ത് റൂൾ ബേസ്ഡ് മെഷീൻ ട്രാൻസ്ലേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടറിന് വലിയൊരു ഡിക്ഷണറിയും അതേപോലെ തന്നെ ഗ്രാമർ റൂൾസും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ചാണ് കമ്പ്യൂട്ടർ വേർഡ് ബൈ വേർഡ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷേ ആ ട്രാൻസ്ലേറ്റ് ഒരു റോബോട്ടിക് ഫീലാവും ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടാവില്ല അതിന്. പിന്നെ വന്നതാണ് സ്റ്റാറ്റിക്കൽ മെഷീൻ ട്രാൻസ്ലേഷൻ. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ലക്ഷക്കണക്കിന് ആൾറെഡി ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കിൻ്റെ മീനിങ് അതായിട്ട് സ്റ്റാറ്റിക് ആയിട്ട് യൂസ് ചെയ്തിട്ട് ആ വാക്കിന് പകരം വരുന്നൊരു വേർഡ് എന്ത് ചെയ്യും, ഇത് റിട്ടേൺ ചെയ്ത് തരും. ഈ ഒരു മെത്തേഡ് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് തരും. എന്നാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറൽ മെഷീൻ ട്രാൻസ്ലേഷൻ ആണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഫുൾ സെൻറ്റൻസിൻ്റെ മെഷീനും കോണ്ടെക്സ്റ്റും ഇമേഷനും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു NMT ടെക്നോളജിയാണ്. ഈ ടെക്നിക്കിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയായി, ട്രെയിനിങ്ങിൻ്റെ ടൈം കുറഞ്ഞു, അതേപോലെ തന്നെ ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടി. പിന്നെ റിയൽ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മുതൽ മെഡിക്കൽ റിപ്പോർട്ടും റിസർച്ച് പേപ്പേഴ്സും വരെ മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വേറെ ഭാഷയിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ സബ് ടൈറ്റിലൊക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ്. പക്ഷേ മെഷീൻ ട്രാൻസ്ലേഷനും ചില ചാലഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഒരു ഭാഷയിലെ ശൈലികൾ ഇതിന് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവന് പണി കിട്ടി എന്നുള്ളൊരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ മെഷീൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഗോട്ട് എ ജോബ് എന്നായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട എന്താ, ഈസ് ഇൻ എ ട്രബിൾ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മീനിങ് കമ്പ്യൂട്ടറിന് തരാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഇതുപോലെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നതിനും മെഷീൻ ട്രാൻസ്ലേഷൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. സമ്മറൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ ട്രാൻസ്ലേഷൻ എന്നത് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റാനുള്ള AI പവേർഡ് ടൂളാണ്. ഒരു ടൂറിസ്റ്റ് ഒരു ഡിക്ഷണറി വെച്ച് സംസാരിക്കുന്നത് പോലെയാണ് പഴയ സിസ്റ്റം. എന്നാൽ ഇന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു NMT ആണ്. ആ നാട്ടിലെ ഒരാളെ പോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭാഷ തടസ്സമില്ലാത്തൊരു ലോകത്തേക്ക് ഈ ടെക്നോളജി ഇപ്പോൾ നമ്മളെ കൊണ്ടുപോവുകയാണ്. താങ്ക് യു.